ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ESPയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ പലരും മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. അല്ല, ടീച്ചർ എന്താ നേരത്തെ കരഞ്ഞത്? എപ്പോ? അല്ല, നേരത്തെ ബസ്സിലിരുന്ന്. അത് നിങ്ങൾ തമ്മിൽ എന്താ സംസാരിച്ച് ഞാൻ കേട്ടില്ല, പക്ഷെ കണ്ണിൽ തുടയ്ക്കുന്ന ഞാൻ കണ്ടായിരുന്നു. ഓ, അതെന്റെ കണ്ണിൽ പൊടിയൊന്ന് തട്ടിയതാ. ആഹാ, ഞാൻ വേറെന്തൊന്നു വിചാരിച്ചു. അപ്പൊ ശരി, ഇന്നൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അതെ. അല്ല, അവരെ കണ്ടപ്പോ എന്താ മാറിയിരുന്നേ? പേടിച്ചിട്ടാണോ? എന്താ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കൂ? ചിലപ്പോ. പറഞ്ഞാലെന്താ, ഫ്രണ്ടാണെന്ന് പറഞ്ഞാ പോരെ? അങ്ങനെ പറഞ്ഞ ചിലപ്പോ വിശ്വസിക്കില്ല. ഓ, അപ്പൊ ശരി, ബൈ ബൈ, നാളെ കാണാം. അവളൊന്ന് പോയി കഴിഞ്ഞെങ്കിലും അവരോട് സംസാരിച്ചതിന് ശേഷം അവൾക്ക് അത്ര നല്ല മൂളല്ല എന്നുള്ള കാര്യം അവൻ നോട്ടീസ് ചെയ്തു. എന്തായി, നമ്പർ കിട്ടിയോ? കിട്ടി. എന്നിട്ട് വിളിച്ചോ? ഇല്ലടാ. എന്താ നീ വിളിക്കാത്തെ? പിന്നെ നിന്നെ കഷ്ടപ്പെട്ട് നീ നമ്പർ തപ്പി പിടിച്ചത്? വിളിക്കാൻ തന്നെയാ, പക്ഷെ വെറുതെ വിളിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിനെ വിളിക്കാൻ പറ്റൂ. ശരി, ഇപ്പൊ എന്തായി നിന്റെ കാര്യം? എന്തേലും പ്രോഗ്രസ് ഉണ്ടോ? എന്നുവെച്ചാ എടാ, നിന്റെ ഇഷ്ടം പറയാറായോന്നു? അത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടടാ, പക്ഷെ നടക്കുന്നില്ല. എടാ, നീ പിന്നെ ഇത് എപ്പോൾ പറയാൻ വെച്ചേക്കുവാണ്? ഒരുപാട് ആഴത്തിലങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ റിലേഷൻ കിട്ടിയാൽ താങ്ങില്ല കേട്ടോ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞ്? പിന്നെ അവള് യെസ് പറയുന്നുള്ള പൂർണ്ണ ഉറപ്പിലാണ് നീ ചെന്ന് പറയാൻ പോകുന്നേ. ചിലപ്പോൾ അവൾ കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞതായിരിക്കും. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ റിജക്റ്റ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ വെറുതെ ഒക്കെ റിജക്റ്റ് ചെയ്യോ? അവളുടെ പെരുമാറ്റത്തിൽ എനിക്ക് ഇങ്ങനെയും തോന്നിയിട്ടില്ല. തോന്നില്ല. നന്നായിട്ട് ചിരിക്കും, സംസാരിക്കും, എല്ലാം ചെയ്യും. പക്ഷെ പ്രപ്പോസ് ചെയ്ത് നോക്ക്. അയ്യോ, ഞാനൊരു ഫ്രണ്ടിനെ പോലെയാ കണ്ടത്, ബ്രദറിനെ പോലെയാ കണ്ടത്, കുഞ്ഞമ്മയുടെ മോനെ പോലെയാ കണ്ടത് എന്ന് പറഞ്ഞു കളയും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നേ, പെണ്ണ് ചിരിച്ചു എന്ന് കരുതി അത് പ്രണയമാണെന്നൊന്നും കരുതി കളയരുത്. അതുകൊണ്ട് നീ ഒരുപാട് അങ്ങോട്ട് ആഴത്തിലേക്ക് പോകുന്നതിന് മുന്നേ പ്രപ്പോസ് ചെയ്യുന്നതാണ് നല്ലത്. വലിയ പരിക്കില്ലാതെ ഒരു തേപ്പിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. പറയുമ്പോ തന്നെ പേടിയാന്നടാ. പേടിക്കാനൊന്നുമില്ല. തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ പിന്നെ ആകുമ്പോ അത് ശീലായിക്കോളും. ശീലോ? എന്തായാലും ഞാൻ നാളെ തന്നെ പറയാം, അല്ലേ? അതാ നല്ലത്. പറഞ്ഞു നോക്ക്. ശരി. പിറ്റേ ദിവസം അത് എന്തായാലും ഇന്ന് പറഞ്ഞേ പറ്റൂ എന്ന് ശപഥം ചെയ്തിട്ടാണ് ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയത്. ദൈവമേ, ഇന്നെങ്കിലും എനിക്കൊന്ന് പറയാൻ പറ്റണേ. അതിനിടയ്ക്ക് കുഞ്ഞമ്മയും വല്യമ്മയെന്ന് പറഞ്ഞ് ഒറ്റ ഉണ കയറി വരാതിരുന്ന രക്ഷപ്പെട്ടു. ആദി, നീ ഇപ്പൊ എന്താ കാർ എടുക്കാത്തെ? അത് ബസ്സിൽ പോകുന്നുണ്ട്. അതെന്നെ ചോദിച്ചേ, നീ ഇപ്പൊ എന്താ ബസ്സിൽ പോകുന്നേ? പെട്രോൾ ലാഭിക്കാൻ. ആഹാ, അപ്പൊ ഇന്നെങ്ങനെയാ പോകുന്നേ?
സംശയം എന്താ? ബസ്സിൽ. വേണ്ട, നീ ഇന്ന് കാർ എടുക്ക്. ആന്തോറ്റി, എനിക്ക് ബാങ്ക് വരെ പോകണം. നീ എന്നെ പോകുന്ന വഴിക്കൊന്ന് ബാങ്കിൽ ഡ്രോപ്പ് ചെയ്യും. ഒന്ന് പോയ ചേച്ചി, എനിക്കൊന്നും പറ്റില്ല. എന്താ പറ്റാത്തെ? നീ പോകുന്ന വഴിക്കല്ലടാ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി ഓട്ടോയിലോ ബസ്സിലോ മറ്റോ പോകാൻ നോക്ക്. പോടാ, വീടിന് മുന്നിൽ കാർ ഇട്ടിട്ട് ഞാനെന്തിനാടാ ബസ്സിൽ പോകുന്നേ? അമ്മേ, ഇവരെന്തിന്റെ കേടാ നോക്കിക്കേ. ഇതിലൊന്ന് ഡ്രോപ്പ് ചെയ്യടാന്ന് പറഞ്ഞാൽ അവന് പറയുന്നത് കണ്ടോ? ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ കാറിൽ പോകാതിരിക്കാൻ വേണ്ടിട്ടാ ഇവനിപ്പോ ബസ്സിൽ പോകുന്നേ. ചേച്ചി എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? പിന്നെ അവള് പറഞ്ഞു ശരിയാണോടാ? എന്റെ പൊന്നമ്മേ, ചേച്ചി പറയുന്ന പോലൊന്നും അല്ല. പിന്നെ പിന്നെ തന്നെ അവളെ ഡ്രോപ്പ് ചെയ്യാൻ എത്ര മടി? ശരി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. പൊന്നോ, രാവിലെ തന്നെ ഇറങ്ങിക്കോളൂ അമ്മയുമോളും. അങ്ങനെ ഇന്നെങ്കിലും അവളോട് അവൻ്റെ ഇഷ്ടം പറയാം എന്നുള്ള ആ ഒരു പ്ലാനും പൊളിഞ്ഞിരിക്കുന്നു. അതേസമയം പതിവ് പോലെ ബസ്സിൽ കയറിയതും ആദ്യം അവിടെ ചുറ്റിനും നോക്കി. ആദ്യമേ കണ്ടില്ല. അവനെ കാണാതായതും അവളുടെ മുഖത്തുള്ള പുഞ്ചിരി പതിയെ മാഞ്ഞു. പിന്നെ ഒരു ക്യൂരിയോസിറ്റിയായി, എന്തുകൊണ്ടായിരിക്കും അവൻ വരാത്തതെന്ന് ഓർത്തു. അതുപോലെ ഇത്ര നാൾ ആ ബസ്സിൽ അവൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റി അവൾ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഇന്ന് അവളെ കാത്തിരിക്കാനും കണ്ട ഉടനെ ഹായ് എന്ന് പറഞ്ഞ് വിശേഷങ്ങൾ ചോദിക്കാനും അവനില്ലാത്തത് അവൾക്കൊരു കുറവായിട്ട് തന്നെയാണ് തോന്നിയത്. അവൾ ഫോണിൽ അവൻ്റെ നമ്പർ എടുത്തു നോക്കി. ഒരുപക്ഷെ എന്നെ കാണാതിരുന്നാലും ടീച്ചറിനൊന്ന് വിളിച്ച് ചോദിക്കാമല്ലോ എന്താ എവിടെയാ എന്നൊക്കെ. അവനെ വിളിക്കണോ വേണ്ടയോ എന്നവൾ ആലോചിച്ചു. വേണ്ട, വിളിച്ച് വേറെന്തെങ്കിലും പ്രശ്നം വരുത്തിയേക്കണ്ട എന്ന് കരുതി അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്താടാ, അവള് വിളിച്ചില്ലേ? ഇല്ലടാ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതിനാണ് നീ ഇവിടെ കിടന്ന് പിടയ്ക്കുന്നേ. എടാ ആദി, പറയുമ്പോൾ നിനക്കൊന്നും തോന്നരുത്. സത്യത്തിൽ നീ കുറച്ച് മുമ്പേ ഒരു ലിമിറ്റ് വയ്ക്കാനുള്ളതായിരുന്നു. നീ കുറച്ച് ഔട്ട് ഓഫ് കൺട്രോൾ ആയതുപോലെയാ എനിക്കിപ്പോൾ തോന്നുന്നേ. മൊത്തത്തിൽ നിന്റെ ഇമോഷൻ മുഴുവൻ അവൾ കൺട്രോൾ ചെയ്യുന്നത് പോലെ. അതാണ് അവളെ കാണുമ്പോൾ എവിടെ നിന്നില്ലാത്ത സന്തോഷവും കാണാതിരിക്കുമ്പോൾ ഈ മൂഡ് ഓഫും. അന്ന് നീ അവളെ ബസ്സിൽ കണ്ടില്ലെന്ന് വെച്ച് നീ എന്തോ ടെൻഷനായി. ഇന്ന് ആ സെയിം സിറ്റുവേഷൻ. എന്നിട്ട് അവൾ നിന്നെ ഒന്ന് വിളിച്ചു നീ എന്താ വരാത്തതെന്ന് അന്വേഷിച്ചോ? പെട്ടെന്ന് ആദിയുടെ ഫോൺ റിങ് ചെയ്തു. അത് അവൾ തന്നെ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആദ്യ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തത്. യെസ്, അത് അവൾ തന്നെ ആയിരുന്നു. കണ്ടടാ, ഇനി നീ പറ ഞാൻ ഓവറാണെന്ന് എന്ന് പറഞ്ഞ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ആദു. എന്താ ടീച്ചർ, എന്താ വിളിച്ചേ? ഓ ഓ ഐ എം സോറി, ആദ്യക്കാണോ കോൾ വന്നത്? നമ്പർ മാറിപ്പോയി. ഓ അപ്പോൾ ശരി, ഓക്കെ. അവൾ ഉടനെ തന്നെ കോൾ കട്ട് ചെയ്തു. എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. പക്ഷെ എന്തൊക്കെയോ പറയാനും ചോദിക്കാനും വേണ്ടി തന്നെയാ കോൾ വന്നത്. അവസാനം ചമ്മൽ കാരണം റോങ് നമ്പർ തന്നെ കോൾ കട്ടാക്കി. ഇപ്പൊ നീ എന്ത് പറയുന്നു? ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആണോ? വെറുതെ ആണോ ഹോപ്പ് വയ്ക്കുന്നേ? എടാ, എല്ലാം ശരി തന്നെയാ. എന്നാൽ ഈ പെമ്പിള്ളയുടെ മനസ്സ് അത് നമുക്ക് മനസ്സിലാക്കില്ലടാ. നീ എന്തായാലും ഉള്ളിലുള്ളത് പറഞ്ഞൊന്ന് കൺഫേം ആക്കുന്നതാ നല്ലത്. ഇന്ന് ഞാൻ എന്തായാലും പറയണമെന്ന് കരുതിയിരുന്നടാ. ചേച്ചി ഇടയ്ക്ക് വന്നതില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പറഞ്ഞേനെ. അതിനെന്താ, ഇപ്പോഴും ലേറ്റായിട്ടൊന്നുമില്ല. അതേസമയം ആദ്യം സംസാരിക്കാൻ തുടങ്ങിയതും പ്രിൻസിപ്പൽ ക്ലാസ്സിൽ കയറി വന്നത് കാരണമാണ് അവൾ പെട്ടെന്ന് കോൾ കട്ടാക്കിയത്. എന്താ ടീച്ചർ ഇത്? ക്ലാസ് സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? സോറി സർ, ഒരു അർജൻറ്റ് കോൾ ആയതുകൊണ്ടാ. എന്ത് അർജൻറ്റ് കോളാണെങ്കിലും അത് ക്ലാസ് സമയത്ത് പാടില്ല, അത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി സർ. അത്രയ്ക്ക് അർജൻറ്റ് കോൾ ആരുടെയായിരുന്നു? അത്
അമ്മയായിരുന്നു. അമ്മയ്ക്ക് എന്തു പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. വെറുതെയോ? അപ്പം അർജൻറ്റ് കോളാണെന്ന് പറഞ്ഞത്? അല്ല, അർജൻറ്റ് കോളായിരിക്കുമെന്ന് കരുതിയിട്ടാണ് എടുത്തത്. അപ്പം അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഞാൻ പോകുമ്പോൾ അമ്മ അവിടെ വീട്ടിൽ കാണില്ല, അപ്പോൾ കീ എവിടെ ഉണ്ടെന്ന് പറയാനാണ് വിളിച്ചത്. ഓ ഓക്കെ. അപ്പോൾ ശരി, ടീച്ചറിൻ്റെ ക്ലാസ് നടക്കട്ടെ. അമ്മയോട് പറഞ്ഞേക്കണം, ഇനി മുതൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതിയെന്ന്. ഓക്കെ സാർ, സോറി. ഓക്കെ, ക്യാരി ഓൺ. ഓക്കെ സാർ. അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഇത്തിരി ആശ്വാസമായത്. എന്നാലും ആദ്യം വിളിച്ചിട്ട് പെട്ടെന്ന് കോൾ കട്ട് ചെയ്തതുകൊണ്ട് അവൻ എന്തെങ്കിലും തോന്നിക്കാണോ എന്നൊരു സംശയം അവൾക്കുണ്ടായി. സ്കൂൾ കഴിഞ്ഞ് അത് പതിവ് പോലെ ആ ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നു. അവൾ വന്നു നിന്നതിന് തൊട്ട് പിന്നാലെ അവളുടെ അടുത്തൊരു കാറും വന്നു നിന്നു. അത് അവളുടെ പ്രിൻസിപ്പലിൻ്റെ കാറായിരുന്നു. എന്താ സർ? ടീച്ചറിന് ബസ് വന്നില്ലേ? ഇല്ല സർ, ഇപ്പോൾ വരും. ഓ, എന്താ സർ? ടീച്ചർ ഇപ്പോൾ വീട്ടിൽ പോയാലും വീട്ടിൽ അമ്മ കാണില്ലല്ലോ അല്ലേ? കാണും. അപ്പോൾ നേരത്തെ പറഞ്ഞത്? ഞാൻ മറന്നു. അതെ, അമ്മ ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ ടീച്ചർ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ സാർ? വേറെ ഒന്നുമല്ല, ഞാനൊരു ഷോപ്പിങ്ങിന് പോവുക. നാളെ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അവൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാമെന്ന് കരുതി. അതിനെ ടീച്ചറൊന്ന് സഹായിക്കാവോ? ഞാനെന്താ ചെയ്യേണ്ടത്? ടീച്ചർ എനിക്കൊന്നൊന്ന് സെലക്ട് ചെയ്ത് തരണം. സ്ത്രീകളുടെ ടേസ്റ്റ് സ്ത്രീകൾക്കല്ലേ മനസ്സിലാവുള്ളൂ. അയ്യോ, പക്ഷെ എനിക്കങ്ങനെ നല്ല സെലക്ഷനൊന്നും ഇല്ല സാർ. എന്നെക്കൊണ്ട് പോകുന്നതിന് വേസ്റ്റാണ്. അത് സാരമല്ല, ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്ത് തന്നാൽ മതി. അയ്യോ, അതല്ല സാർ, വീട്ടിൽ അമ്മ എത്തുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ ടെൻഷനാകും. അത്രയും ഞാൻ ലേറ്റാക്കില്ല. ഇനി ഇൻ കേസ് ലേറ്റ് ആയാലും ഞാൻ തന്നെ ടീച്ചറിനെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. പോരെ? ഇയാളുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ? ഏത് നേരത്താണോ അമ്മ കാണില്ലെന്ന് പറയാൻ തോന്നിയത്? ഇനിയിപ്പോൾ എന്തു പറഞ്ഞ് രക്ഷപ്പെടും? ഹായ്. ഹായ്. ബസ് വരാറായില്ലേ? ആകുന്നതേ ഉള്ളൂ. ഓ, ടീച്ചർ വന്നിട്ട് കുറേ നേരമായോ? കുറച്ച് നേരം. ടീച്ചർ എന്തായാലും വീട്ടിലേക്കല്ലേ? അതെ, ഞാനും കൂടെ ഉണ്ടാകും. ഓ, ആദ്യമേ കണ്ടപ്പോൾ ചിലപ്പോൾ അവളുടെ റിലേറ്റീവോ മറ്റോ ആണെന്ന് കരുതി പ്രിൻസിപ്പൽ അവളെയും കൂടെ കൂട്ടുന്ന ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ ശരി ടീച്ചർ, നാളെ കാണാം. ഓക്കെ സർ. ഓക്കെ. ആരായിരുന്നത്? അതെൻ്റെ പ്രിൻസിപ്പളാണ്. അയ്യോ, പ്രിൻസിപ്പളായിരുന്നോ? എന്തെങ്കിലും പ്രശ്നമുണ്ടാവും? ഇല്ല. നിങ്ങളെന്തെങ്കിലും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നോ സ്കൂളിലോ മറ്റോ? ഇല്ല, വെറുതെ സംസാരിച്ചിരുന്നതാ. അല്ല, ആദ്യം എന്താ ഈ സമയത്ത്? ഇന്ന് ഷോപ്പിൽ പോയില്ലേ? പോയി. പിന്നെന്താ? അത് ഞാൻ ടീച്ചറിനെ കാണാനാണ് വന്നതെന്ന് പറഞ്ഞാൽ ടീച്ചർ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? അല്ല, അങ്ങനല്ല, പെട്ടെന്നെന്താ അങ്ങനെ? അല്ല, ടീച്ചറെന്നെ മിസ് ചെയ്യുവാണെന്ന് തോന്നി, അതുകൊണ്ടല്ലേ വിളിച്ചേ? അല്ലല്ല, ഞാൻ അറിയാതെ ആണെങ്കിലും വിളിച്ചല്ലോ, അത് മതി. സത്യം പറ ടീച്ചറിന് ശരിക്കും എന്നെ മിസ് ചെയ്തില്ലേ? അത് കള്ളം പറയരുത്. ആ ബസ് കയറിയപ്പോൾ അതിലുള്ളൊരു സീറ്റിലിരുന്നപ്പോൾ എന്നെ മിസ് ചെയ്തില്ലേ? മിസ് ചെയ്തു. രക്ഷപ്പെട്ടു. എന്താ? അല്ല, ഞാൻ കരുതി ഇനി ടീച്ചർ ചമ്മൽ കാരണം ഇല്ല എന്ന് കള്ളം പറയുന്നു. അല്ല, അപ്പോൾ എന്നോട്
ചെറിയ അടുപ്പമൊക്കെ തോന്നി അല്ലേ? എന്താ? അല്ല, അന്ന് പറഞ്ഞിരുന്നില്ലേ മിസ് ചെയ്ത് എന്ന് തുടങ്ങുന്നു അതിനർത്ഥം ടീച്ചറിന് എന്നോട് അത്ര അടുപ്പം തോന്നിയെന്ന്. ഓ, അതൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടല്ലേ? പിന്നെ അതെങ്ങനെ മറക്കാൻ കഴിയും? ടീച്ചർ വല്ലപ്പോഴും കൂടിയാ 1-2 വാക്ക് മിണ്ടുന്നേ. അപ്പോൾ അതിൽ മറക്കാനായിട്ടൊന്നും ഉണ്ടാവില്ല. അവർ അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ബസ് വന്നു. അവൾ കയറിയതിനോടൊപ്പം അവനും കയറി. അയ്യോ, ആദ്യം ഷോപ്പിൽ പോകുന്നില്ലേ? പോണം. എപ്പോ? ഞാൻ പൊയ്ക്കോളാം. എന്തായാലും ടീച്ചറിനെ കണ്ടതല്ലേ, അപ്പോൾ അവിടം വരെ ഞാനും വരാം. അത് ബുദ്ധിമുട്ടാവില്ലേ? സാരമില്ല. അവൾ നേരെ സംശയത്തോടെയാണ് ഒരു സീറ്റിലിരുന്നത്. തൊട്ടടുത്ത് അവനും. ഇന്നവൻ മനസ്സിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെയാണ് ആ ബസ്സിലേക്ക് കയറിയത്. ഇന്ന് എന്തായാലും അവളോട് അവൻ്റെ ഇഷ്ടം പറയാൻ തയ്യാറെടുത്ത് തന്നെയാണ് ആ വരവ്. കാരണം ഇനി അടുത്ത 2 ദിവസം സാറ്റർഡേ ആൻഡ് സൺഡേ ആയതുകൊണ്ട് 2 ദിവസവും അവളെ കാണാൻ കഴിയില്ല. അപ്പോൾ ആ കാര്യം പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ എന്തായാലും പറയണം. പക്ഷേ എങ്ങനെ പറഞ്ഞു തുടങ്ങണം, എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. അവൻ എന്ത് സംസാരിച്ച് തുടങ്ങണമെന്ന് അറിയാതെ അവളെ നോക്കി. അല്ല, ഇന്ന് രാവിലെ ബസ്സിൽ കണ്ടില്ല, എന്തു പറ്റി? അത് ഞാൻ കാറിലാണ് പോയത്. ഓ, കാർ ശരിയായോ? ആ, ശരിയായി. അപ്പോ ഇനി മുതൽ ബസ്സിൽ വരില്ലേ? വരണോ? അല്ല, ഞാൻ ചോദിച്ചതാ. വരണമെങ്കിൽ വരാം. ടീച്ചർ പറ. കാറ് കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് എന്തായാലും ബസ്സിൽ വരേണ്ടി വരില്ല. പക്ഷേ ടീച്ചർ പറഞ്ഞ് ഞാൻ വരും. എന്താ ടീച്ചറിൻ്റെ അഭിപ്രായം? ഇന്ന് ബസ്സിൽ കയറിയപ്പോൾ എന്നെ കാണാതിരുന്നപ്പോഴുള്ള ആ ഫീലിങ്സ് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം പറയാൻ ടീച്ചറിൻ്റെ. എൻ്റെ അഭിപ്രായമൊന്നും ആദ്യം നോക്കണ്ട. ആദ്യക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. എനിക്കിഷ്ടമാണ്. എനിക്ക് ടീച്ചറിൻ്റെ ഒപ്പം ഇങ്ങനെ ബസ്സിൽ വരാനും ഇഷ്ടമാണ്, ടീച്ചറിനെ ഇഷ്ടമാണ്. മനസ്സിൽ കുറേ നാളായി പറയാൻ വേണ്ടി കാത്തു വച്ചിരുന്നതാണ്. എനിക്ക് ടീച്ചറിനെ ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറയുമ്പോൾ വെറും ഇഷ്ടമല്ല, പ്രണയം. നല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം. അത് ടീച്ചറിനും ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞിട്ട് അത്ര സർപ്രൈസ് ആകാത്തത്. അതും എനിക്ക് ആദുവിനെ ഒരുപാടൊന്നും അറിയില്ല. ഇങ്ങനെ കണ്ടുള്ള പരിചയവും ആ പരിചയത്തിലുള്ള അടുപ്പവും മാത്രമേ ഉള്ളൂ. ഇനിയും പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊക്കെ ഞാൻ പോകെ പോകെ മനസ്സിലാക്കിക്കോളാം. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറേ നാളുകൊണ്ട് പറയാൻ കാത്തിരുന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെന്തറിയും ആദുവിൻ്റെ മറുപടി? ദയവ് ചെയ്ത് ഞാൻ ഫ്രണ്ടിനെ പോലെയാ ബ്രദറിനെ പോലെയാ കണ്ടതെന്നൊന്നും പറഞ്ഞളയരുത്. എനിക്കത് കേൾക്കണ്ട. ഇല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല പറയാൻ പോകുന്നത്. പക്ഷേ ആദ്യം തന്നെ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ ഇനിയും അടുത്തറിയാനും മനസ്സിലാക്കാനും ഉണ്ടെന്ന്. അങ്ങനെ തന്നെ എന്നെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള ഇഷ്ടം പോയാലോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയൊന്നും ഇഷ്ടം പോയില്ല. ഉറപ്പാണോ? 100%. ആദ്യം ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. പിന്നെ കണ്ടു വന്നപ്പോൾ ആ ഇഷ്ടം കൂടി. ഇപ്പോൾ മിണ്ടി വന്നപ്പോൾ കുറേ കൂടെ ഇഷ്ടമായി. ഇനിയും അടുത്തറിയുമ്പോൾ ആ ഇഷ്ടം കൂടുകയുള്ളൂ, എനിക്ക് ഉറപ്പാണ്. ഇതാ നോക്കാതെ, ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്
വെറുതെ പ്രേമിച്ച് നടക്കാനൊന്നുമല്ല, തന്നെ കല്യാണം കഴിക്കാനാ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ആലോചനകൾ നോക്കുന്നുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ എൻ്റെ വിവാഹം നടക്കണമെന്നാണ് ജോത്സ്യൻ പറഞ്ഞത്. അത് വിശ്വസിച്ചിട്ട് അമ്മ റഷായിട്ട് എനിക്ക് ആലോചനകൾ നോക്കുന്നുണ്ട്. താനൊരു യെസ് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ എൻ്റെ അമ്മയോട് പറയും, ഇനി എനിക്ക് വേണ്ടി വേറെ ഒരു പെണ്ണിനെ നോക്കണ്ട എന്ന്. എനിക്കിഷ്ടമുള്ള ഞാൻ തന്നെ കണ്ടുപിടിച്ചു വന്നു. എന്താ ഞാൻ പറയട്ടെ അമ്മയോട്, ഇനി എനിക്ക് വേണ്ടി വേറെ പെണ്ണിനെ ഒന്നും നോക്കണ്ടെന്ന്? പറഞ്ഞു. പക്ഷെ അതോടൊപ്പം വേറൊരു കാര്യം കൂടി പറയേണ്ടി വരും. എന്താ? ആദ്യം നോക്കിയ പെണ്ണിന് ഒരു ഭർത്താവ് കൂടി ഉണ്ടെന്ന്. ഭർത്താവോ? ഞാൻ ഓൾറെഡി മാരീഡാണ്. മാരീഡ്? അപ്പോൾ എന്താ എന്നോട് മുമ്പേ പറയാതിരുന്നത്? എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല. ഞാൻ അന്നേ ചോദിച്ചതല്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന്. അന്ന് അച്ഛനും അമ്മയും സിസ്റ്ററും മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ അന്നേ പറഞ്ഞിരിക്കായിരുന്നല്ലോ ഹസ്ബൻഡും ഉണ്ടെന്ന്. പറഞ്ഞിരിക്കണമായിരുന്നു. പക്ഷെ ഞാനത് മനഃപൂർവ്വം പറയാത്തതാ. കാരണം ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, പക്ഷെ ഡിവോഴ്സ് അല്ല. ഞാനൊരു റിജക്ഷൻ പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇതിപ്പോൾ അതിലും വലിയ ഷോക്കായി. അതോ സത്യം പറ, താനത് വെറുതെ കള്ളം പറയുന്നല്ലേ എന്നെ ഒഴിവാക്കാൻ വേണ്ടി? ഒഴിവാക്കാനോ? ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വലിയ കള്ളം പറയേണ്ടതുണ്ടോ? ജസ്റ്റ് ഞാനൊരു കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ പോരെ? ആദ്യം പിന്മാറില്ലേ? ശരിയാ. പിന്നീട് ആദ്യം ഒന്നും അവളോട് മിണ്ടിയില്ല. പക്ഷേ ആദ്യം വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. കാരണം അവൾ ഇങ്ങനെ റിയാക്ഷൻ തന്നെയാണ് അവനിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് പിന്നീട് അവളും ഒന്നും ചോദിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് അവൾക്ക് ഇറങ്ങേണ്ട സ്ഥലമെടുത്തു. അതോ ഇറങ്ങുന്നതിന് മുന്നേ ഒരു തവണ കൂടെ ചോദിക്കാം, താനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണോ? അതെ. ഓക്കെ, ബൈ ബൈ. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് ബസ്സിൽ നിന്നിറങ്ങി. ബസ്സും അവിടെ നിന്ന് മൂവ് ഓണായി. ആദ്യനറിയാം അവളുടെ പരിമിതി. അവൻ പറഞ്ഞ വാക്കുകളെല്ലാം ഒരുപക്ഷെ സത്യമായിരിക്കാം. ഒരുപക്ഷെ അവൻ്റെ സ്നേഹവും ആത്മാർത്ഥതയുള്ളതായിരിക്കാം. പക്ഷേ അതവൾ ഡിസേർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം അവൾക്കില്ല എന്നവൾ അവളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. കല്യാണം കഴിഞ്ഞതാണോ? എന്നിട്ടെന്താണ് അവളിതൊരു നേരത്തെ പറയാതിരുന്നേ? ഞാൻ ചോദിച്ചില്ല. വല്ലാത്ത ഷോക്കായി പോയിടാ. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവൾ മാരീഡ് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ അവൾ വെറുതെ പറഞ്ഞതായിരിക്കോ നിന്നെ പറ്റിക്കാൻ വേണ്ടി? ഇല്ലടാ, ഞാൻ ചോദിച്ചതാ. അവളത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഞാൻ ഇനി എന്ത് ചെയ്യോടാ? അവൾ അപ്പോഴേ പറഞ്ഞതാ, അവൾ അടുത്തറിഞ്ഞ ഉള്ള ഇഷ്ടം പോകുന്നു. അപ്പൊ നിന്റെ ഇഷ്ടം പോയോ? ഇഷ്ടം പോയില്ലടാ,
പക്ഷെ ഇനി ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, അവൾ വേറൊരുത്തൻ്റെ പെണ്ണല്ലേ. ഇപ്പം അവളുടെ ഭർത്താവ് ഇവിടെ ഉണ്ട്, അവളുടെ കൂടെ ഇല്ല. പുറത്താണോ? അതല്ല, അവര് സെപ്പറേറ്റോ? അതായത് പിരിഞ്ഞ് താമസിക്കണോ? ആ അതെ. അപ്പോൾ ഡിവോഴ്സായി? ഇല്ല, ഡിവോഴ്സ് അല്ലടാ, സെപ്പറേറ്റ് ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓ, എത്ര വർഷമായിട്ട് ഒരു പിരിഞ്ഞ് താമസിക്കുമോ? ഞാൻ ചോദിച്ചില്ല. പിരിയാനുള്ള കാരണം എന്താ? അറിയില്ല. ഇവള് വേണ്ടെന്ന് വെച്ചതാണോ അതോ അയാൾ ഉപേക്ഷിച്ചതാണോ? അറിയില്ലടാ, ഞാൻ ഒന്നും ചോദിച്ചില്ല. അവള് മാരീഡ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി മൊത്തം പോയി, എൻ്റെ മൈൻഡ് ഫുൾ ബ്ലാങ്കായി. ഞാനിനി എന്താ ചെയ്യേണ്ടത്? മറന്നുകളാ, എനിക്കതിനൊന്നും പറ്റില്ല. പിന്നെന്താ ചെയ്യാൻ പോകുന്നേ? എനിക്കറിയില്ലടാ, അതുകൊണ്ടല്ലേ നിന്നോട് ചോദിച്ചേ. നീ ഒരു കാര്യം ചെയ്യും, നാളെ അവളോട് ചോദിക്കുക, ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് എത്ര നാളായി, എന്തുകൊണ്ടാ പിരിഞ്ഞത്, അയാൾ വിളിക്കാറുണ്ടോ എന്നുള്ള കറണ്ട് സിറ്റുവേഷൻ ഒന്ന് ചോദിക്കുക. എന്നിട്ട് ബാക്കി നീ നിന്റെ മനസ്സെന്ത് പറയുന്നു അതുപോലെ ചെയ്യും. ഇത് നിന്റെ ജീവിതമാണ്, നീയാണ് തീരുമാനിക്കേണ്ടത്. നാളെ എന്തായാലും അവൾ ഉണ്ടാവില്ല, ഇനി തിങ്കളാഴ്ചയെ കാണാൻ പറ്റൂ. രാത്രി ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു ആവു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് കണ്ടതും അവൾ ഉടനെ ആദുവിനെ നോക്കി. എപ്പോ? ഇന്ന്. എന്നിട്ട് ചേച്ചി എന്ത് പറഞ്ഞു? ഞാൻ കാര്യം പറഞ്ഞു. അപ്പോ? പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ അത് പോയോ? അറിയില്ല. അത് നല്ലതായിരുന്നു. ചേച്ചി എന്തിനാ ഇപ്പോഴേ പറയാൻ പോയേ? പിന്നെ ഞാൻ എപ്പോഴാ പറയണ്ടേ? പതിയെ പറഞ്ഞാൽ പോരായിരുന്നോ? അതൊന്നും ശരിയല്ല, അത് അയാളെ പറ്റിക്കുന്നത് പോലെ ആയില്ലേ. ഇപ്പൊ അതും പോയില്ലേ, പോട്ടെ, പോകുന്നവരൊക്കെ പോട്ടെ. ഞാൻ ഇവരെയൊന്നും കണക്കാക്കിയിട്ടില്ല, നിനക്കറിയില്ലേ. ഇങ്ങനൊരു പ്രപ്പോസലും എനിക്കിത് ആദ്യമല്ല, അത് വന്ന വഴി തിരികെ പോകുന്നതും ആദ്യമല്ല. എന്നാലും ഇതെങ്കിലും കുറച്ച് ആത്മാർത്ഥത ഉള്ളതെന്നാണ് കരുതിയത്. ഉണ്ടാതിരിക്കാവൂ. അയാൾക്ക് ആത്മാർത്ഥതയ്ക്ക് കുറവൊന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെ നോക്കിയൊരു രണ്ടാം കെട്ടുകാരിയല്ലേ. നീയാണെങ്കിൽ ഒരു രണ്ടാം കെട്ടുകാരനെ കല്യാണം കഴിക്കുമോ? ഞാനില്ല. പിന്നെ നിനത് ബാക്കിയുള്ളവർ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നേ. അത് പോട്ടെ, ചേച്ചിക്ക് ഇതിനേക്കാൾ വേറെ നല്ലത് വരും, നോക്കൂ. നീ പറയുന്നത് കേട്ടാ തോന്നുന്നു ഞാനെന്തോ കെട്ടാൻ മുട്ടി നിൽക്കുവാണെന്ന്. നിനക്കെല്ലാം അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? ഒരു തവണ കെട്ടിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല, എന്നിട്ടാണ് നീ രണ്ടാം കെട്ട്. ഇനി എനിക്ക് ആകെ കൂടെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, എവിടെയെങ്കിലും ഒരു വീടെടുത്ത് മാറുക. ആയുഷ്കാലം മുഴുവൻ എനിക്ക് ഇവിടെ തന്നെ കിടക്കാൻ കഴിയില്ലല്ലോ. സ്വന്തമായിട്ട് കയറി കിടക്കാനൊരു ഇടമുണ്ടെങ്കിൽ ആരും നമ്മളെ ഇറങ്ങി പോകാനും പറയില്ല. ആർക്കും ഒരു അധികപ്പറ്റാവുകയില്ല. ആർക്കാ നീ അധികപ്പറ്റ്? ആരാ നിന്നോട് പറഞ്ഞത് നീ ഇവിടെ അധികപ്പറ്റാണെന്ന്? ഞാൻ പറഞ്ഞോ? അതോ നിന്റെ അമ്മ പറഞ്ഞോ? അതോ ഇവള് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. നിന്നോട് ഇവിടെ നിന്ന് ആരും ഇറങ്ങി പോകാൻ പറയില്ല, അതോ ഒരിക്കലും. അതുകൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്ക്. നിന്നെ ഇവിടെ ഇപ്പോൾ ആരും ഒറ്റയ്ക്ക് വിടുന്നില്ല. അച്ഛാ, എന്നോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇനിയെങ്കിലും എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എൻ്റെതായ രീതിയിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് അതുവരെ ജോലിയെക്കുറിച്ച് ചിന്തിക്കാതെ ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നേ. നീ ജോലിക്ക് പൊയ്ക്കോ. നീ ജോലിക്ക് പോകണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പോയി നിനക്ക് വേണ്ടി നാളത്തേക്ക് എന്തെങ്കിലും കരുതിക്കോ. പക്ഷെ എന്ന് കരുതി ഒറ്റയ്ക്ക് താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നിട്ട് വേണം നാട്ടുകാരിനെ അതും ഇതും പറയാൻ. പിന്നെ അവർക്ക് ഓരോ കഥകളുണ്ടാക്കാൻ ഇത് മതി. ഇതാ നോക്കു മോളെ, നീ നിന്റെ ഭാവിയെക്കുറിച്ച് എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല. നീ നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. പക്ഷെ നിന്റെ ഭാവിയെ ഓർത്ത് അച്ഛന് നല്ല ടെൻഷനുണ്ട്.
നിന്നെ ഏതെങ്കിലും സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്ന് എനിക്ക് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ നാട്ടുകാർ പറയുന്നത് കല്യാണം കഴിഞ്ഞ മോളെ ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കാൻ വിടാതെ ഞാൻ ജോലിക്ക് വിട്ട് പണം ഉണ്ടാക്കുന്നതാണ്. അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല, അവരെന്നെ എന്തുവേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ നിന്നെ പറഞ്ഞാൽ ഞാനത് സഹിക്കില്ല. ഇവിടെ ഭർത്താവ് മരിച്ച വിധവകളെ പോലെ അവരൊന്നും വെറുതെ വിടുന്നില്ല. അപ്പോഴാ ഭർത്താവിന് വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്ന നീ. അവനും അവന്റെ വീട്ടുകാരും വന്ന് വിളിച്ചിട്ട് നീ പോകാതെ നിൽക്കുമെന്നുള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഇനി ഒറ്റയ്ക്ക് താമസിച്ച് പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കാൻ അവർക്ക് വഴിയൊരുക്കണ്ട. നിനക്ക് എത്ര വേണേലും ഇവിടെ താമസിക്കാം, ജോലിക്ക് പോകാം. അതിലപ്പുറത്തേക്ക് നീ ഒന്നും ചിന്തിക്കണ്ട. കേട്ടല്ലോ? കേട്ടോ നീ? കേട്ടച്ചാ? ഇനി ഒറ്റയ്ക്ക് താമസിച്ച് എന്തെങ്കിലും വയ്യാവേലി വരുത്തി വെക്കേ. അതെ, അതൊക്കെ ഇവിടെ ആരോട് പറയാൻ? നമ്മളീ പറയുന്നൊന്നും അവർക്ക് മനസ്സിലാകത്തൊന്നുമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും കുടുംബം കുട്ടിയും വേണ്ടെന്ന് വെച്ച് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. ഇതൊക്കെയല്ലേ അവരുടെ പ്ലാൻ. ഭർത്താവും വേണ്ട, കുട്ടികളും വേണ്ട, കുടുംബവും വേണ്ട, ബന്ധുക്കളും വേണ്ട, ആരും വേണ്ട. അവരൊക്കെ അങ്ങ് ഒറ്റയ്ക്ക് ജീവിക്കും. ആ, ഒറ്റയ്ക്ക് ജീവിക്കുന്നതൊക്കെ സുഖമുള്ള ഏർപ്പാട് തന്നെയാ. പ്രാരാബ്ധമില്ല, ഉത്തരവാദിത്തമില്ല, സ്വന്തം കാര്യം നോക്കി അങ്ങ് ജീവിക്കാം. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നൊന്ന് കിടന്നു നോക്കട്ടെ, അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും ഒരാളില്ലാതെ ഒറ്റയ്ക്കാവുമ്പോ പഠിക്കും. അപ്പൊ മനസ്സിലാകും ഒറ്റയ്ക്ക് ജീവിക്കുന്നതിന്റെ സുഖം. ദേ, അപ്പുറത്ത് ആ യശോദാമ്മ, അവരാ വീട്ടിൽ ഒറ്റയ്ക്കാ താമസിക്കുന്നത്. രാത്രി ഹാർട്ട് അറ്റാക്കോ മറ്റോ ഒന്നും മരിച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയോടെ അടുത്തപ്പോഴാ അവർ മരിച്ചു എന്നുള്ള കാര്യം നാട്ടുകാരറിഞ്ഞത്. ഇതാ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ ഗുണം. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഓ, 2 വർത്താനം ഒന്ന് ശ്വാസം വിടാതെ പറഞ്ഞ അപ്പം ഇങ്ങനെ വിശക്കും. എടി, ഇത് വിശന്നിട്ടല്ല, കഴിച്ചിട്ട് എനിക്കൊന്ന് ഉറങ്ങണ്ടേ, അതിനാ എടുക്കാൻ പറഞ്ഞത്. നീ അടുത്തത് ഉറങ്ങണ്ടേന്ന്. മനുഷ്യ കുറച്ചു നേരം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. വരിക, തിന്നുക, ഉറങ്ങുക, റിപ്പീറ്റ്. വരിക, തിന്നുക, ഉറങ്ങുക, റിപ്പീറ്റ്. പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? നിങ്ങളുടെ ഒപ്പം വർത്തമാനം പറഞ്ഞു തന്ന പിന്നെ എനിക്ക് രാവിലെ ജോലിക്ക് പോണ്ടേ? ഈ പറയുന്നത് കേട്ടാ തോന്നി ഇദ്ദേഹം മാത്രമാണ് ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നതെന്ന്. ദേ, ആ കൊച്ചും പോകുന്നില്ലേ? അവളും രാവിലെ ജോലിക്ക് പോകുന്നുള്ളൂ തന്നെയാ. എന്നാലും 12 മണിയായാലും അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്ന കണ്ടുണ്ട് ചേച്ചി അനിയത്തിയും കൂടെ. ഇതിപ്പോ നമ്മൾ പുകഴ്ത്തുന്നതാണോ അതോ നമുക്കിട്ട് പണിയുന്നതാണോ? പുകഴ്ത്തി പണിയുന്നതാ. ആ ഒരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. ഇനിയിപ്പോ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് നമുക്കെതിരെ തിരിയുന്നതിന് മുന്നേ നമുക്ക് അച്ഛന്റെ സൈഡ് പിടിക്കാം. വാ. അമ്മേ, എന്തിനാ അച്ഛൻ ഇങ്ങനെ എപ്പോഴും കുറ്റം പറയുന്നേ? നമ്മളെ പോലെയാണോ അച്ഛൻ? അച്ഛൻ്റെ ഇത് റിസ്ക് ഉള്ള പണിയല്ലേ, അപ്പൊ അതിന്റെ ക്ഷീണം കാണും അല്ലേ അച്ഛാ? അതേന്ന്, ഇതൊക്കെ ഇവക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്നു നോക്ക്. ഓ, അപ്പൊ ഇപ്പൊ അങ്ങനെയായി. ഈ വീട്ടിലെ സകലമാന പണിയും ഞാൻ ചെയ്യണം, പക്ഷെ രാത്രിയായ വെറുതെ ഇരുന്ന് തിന്നുന്നുള്ള പേര് കൊള്ളാം. അല്ലെങ്കിലും ഞാനിത് കേൾക്കണം. അച്ഛാ, കയ്യിന്ന് പോയി വേഗം ടോപ്പിക്ക് മാറ്റി പിടിച്ചോ, വലിയ പണി കിട്ടും. അയ്യോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ശാന്തി. വേണ്ട, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. മനസ്സിലിരിപ്പൊക്കെ വെളിയിൽ വരട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ ആളുകളുടെ ഉള്ളിൽ പറയാൻ കഴിയുള്ളൂ. 10-28 വർഷം ഇങ്ങനെ വെച്ച്, ഇങ്ങനെ മക്കളെയും വെച്ച്, കുടിയിൽ പോകുന്നവരെ ഇങ്ങനെ തള്ളയും തന്തയും വെച്ച്, ഈ വീടും നോക്കി വീട്ടിലെ പണിയും നോക്കി ജീവിച്ചിട്ട് അവസാനം പേര് ചുമ്മാ ഇരുന്ന് തിന്നുന്നത്. പറയട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ തന്നെയാണല്ലോ വിധി. അങ്ങേതല്ലേ വനജ അപ്പോഴേ പറഞ്ഞതാ, നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും കറിവേപ്പിലാന്ന്. അയ്യോ എന്റെ പൊന്നു ശാന്തി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നീ ഇങ്ങനെ വിഷമിക്കല്ലേ. വിഷമിക്കില്ല, ഞാൻ സന്തോഷിക്കാം. അത്രയും നല്ല വാക്കല്ലേ പറഞ്ഞത്. എന്നോടൊന്ന് ക്ഷമിക്ക്. എനിക്കറിയാം നീ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, പ്രത്യേകിച്ച് ഈ 2 കാളകളെ മേയ്ക്കാൻ. പിന്നെ ഞാൻ കരുതി ഇതുങ്ങൾ രണ്ടുപേരും നിന്നെ സഹായിക്കുന്നു വീട്ടുപണിക്കൊക്കെ. നന്നായിട്ട് സഹായിക്കും. അവള് പിന്നെ അടുക്കള കയറും. പക്ഷെ ഇത് അടുക്കളയുടെ പൈപ്പ് ഇവിടെ ഇരിക്കുന്നെന്ന് പോലും അറിയില്ല. ആരും പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ആ ഇടത് സൈഡിലല്ലേ, ഞാൻ പാത്രം കൊണ്ടുവയ്ക്കാൻ വേണ്ടി വരുമ്പോ കണ്ടിട്ടുണ്ട്. കണ്ടോ മോളുടെ സഹായിപ്പ്? ആവൂ, ഇനി മുതൽ 2 പേര് രാവിലെ പോകുന്നതിന് മുന്നേ അമ്മയെ സഹായിച്ചിട്ട് വേണം പോകാൻ. ഓ വേണ്ട. അവരങ്ങനെയാ സംസാരത്തിൽ മുഴുകുമ്പോഴും ആദ്യം അമ്മയാണ് നോക്കിയത്. നേരത്തെ അമ്മ പരിഭവത്തിന്റെ പുറത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിലും ആ പറഞ്ഞത് തന്നെയല്ലേ റിയാലിറ്റി. എല്ലാവരെയും നോക്കിയും അഡ്ജസ്റ്റ് ചെയ്തും ജീവിച്ചാലും അവസാനം നീ ഇവിടെ എന്താ ചെയ്യാന്നുള്ള ചോദ്യം മാത്രമായിരിക്കും അവശേഷിക്കുന്നത്.
ആദ്യം ഇന്ന് ബസ്സിൽ കയറുമ്പോൾ അതിൽ ആദ്യം ഉണ്ടാകും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല കയറിയത്. പക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹിച്ചിരുന്നു. അവളുടെ ആഗ്രഹപ്രകാരം അവൻ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. അവളൊട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാലും അവനെ കണ്ടപ്പോൾ അവളുടെ കാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു. ഹായ്. ഹായ്. എന്തേ, കാറ് വീണ്ടും കേടായോ? കാറ് മാത്രമല്ല, എൻ്റെ മനസ്സും കേടായി. ടീച്ചർ അതിന് കാരണക്കാരി. ടീച്ചറിനോട് ആരാ പറഞ്ഞു ഇത്ര നേരത്തെ കല്യാണം കഴിക്കാൻ? ഒരു 27 വയസ്സിലേ ആയുള്ളൂ. 27 വയസ്സൊരു വയസ്സല്ലേ. ഇനി ഞാനെന്താ ചെയ്യേണ്ടത്? ടീച്ചറിനെ മറക്കണോ? അതാ നല്ലത്. അത് നടക്കും തോന്നല്ല ടീച്ചർ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ആദി, ഞാൻ പറഞ്ഞതല്ലേ എല്ലാം. പറഞ്ഞു. പക്ഷെ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. ശരി, ടീച്ചറിന്റെ ഹസ്ബൻഡ് ഇപ്പോൾ എവിടെ ഉണ്ട്? അറിയില്ല. നിങ്ങൾ പിരിഞ്ഞിട്ട് എത്ര വർഷമായി? ഓൾമോസ്റ്റ് ഒരു 2.5 വർഷം. 2.5 വർഷമായിട്ട് നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല? ഇല്ല. അതെന്താ? എനിക്ക് താല്പര്യമില്ല. ആക്ച്വലി നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറാണോ വേണ്ടെന്ന് വെച്ചത്? അതോ അയാളോ? ഞാൻ തന്നെ. അപ്പൊ ഇനി ടീച്ചറിന് അയാളെ വേണ്ടേ? വേണ്ട. ഉറപ്പാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ടീച്ചറിന് ഇനി അയാളെ വേണ്ടെങ്കിൽ അതിനർത്ഥം എനിക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ടെന്നല്ലേ? എന്താ പറഞ്ഞേ? എന്റെ ടീച്ചർ അയാളെ വേണ്ടെങ്കിൽ വേണ്ട, എന്നെ ഒന്ന് കൺസിഡർ ചെയ്തൂടെ? എന്തൊക്കെയാ അത് ഈ പറയുന്നേ? വെറുതെ സില്ലിയായിട്ട് സംസാരിക്കല്ലേ. ആദ്യം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തതുകൊണ്ടാ. എന്ത് സീരിയസ്നെസ്? ടീച്ചർ ഒരു കല്യാണം കഴിച്ചു, അത് ഓക്കെ ആയില്ല, അയാളെ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ മറ്റൊരാൾ വന്നു, അപ്പോ അയാൾക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തൂടെ? എത്ര ഈസി ആയിട്ടാ ആദ്യം സംസാരിച്ചേ. ഇതെന്താ എന്തെങ്കിലും നറുക്കെടുപ്പോ മറ്റോ ആണോ? ഒന്നും ശരിയായില്ലെങ്കിൽ അടുത്തതെടുക്കാൻ? ഇത് ജീവിതമാണോ ആദ്യം? സോ വാട്ട്? ആദ്യം ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. നമുക്ക് ആ സംസാരം വിടാം. എന്താ അതെന്താന്നോ? എന്താ ആദ്യം പെട്ടെന്ന് ഇങ്ങനെ ഇമ്മച്ചുവറായിട്ട് സംസാരിക്കുന്നേ? അത് ടീച്ചർ ഓവർ മെച്ചുവറായിട്ട് സംസാരിക്കുന്നുണ്ട് തോന്നുന്നതാണോ? താ നോക്കി ടീച്ചർ ഒരു ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ടീച്ചറിനെ ടീച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോന്ന് അറിയില്ല. എന്നാലും പറയാം, ലൈഫിൽ എല്ലാവർക്കും ഒരു തെറ്റ് പറ്റും, വീഴ്ചകൾ സംഭവിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചിലപ്പോൾ തോൽവിയായിരിക്കും ഉണ്ടാവുന്നത്. അതിനകത്ത് അവിടെ കൊണ്ടെല്ലാം അവസാനിച്ചെന്നാണോ? നോ, സ്റ്റിൽ ദെയർ ഈസ് എ സെക്കൻഡ് ചാൻസ്. ടീച്ചറിനും അതുപോലെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. അതെനിക്ക് തന്നൂടെ? ആദ്യം ഞാൻ പറഞ്ഞത് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, അതിപ്പോൾ ബ്രേക്കപ്പ് ആയി എന്നല്ല. ഒരു വിവാഹം കഴിച്ചു, അത് ഫെയിലിയർ ആയിന്നാ. സോ വാട്ട്? ഞാനും അത് തന്നെ ചോദിക്കുന്നത്. അതിനിപ്പോ എന്താ? അപ്പൊ ഞാനൊരു 2ാം കെട്ടുകാരിയാണെന്നുള്ളതൊന്നും അത് കുഴപ്പമില്ലേ? ഇല്ല. ആദ്യം വീട്ടിൽ ഇത് അക്സെപ്റ്റ് ചെയ്യോ? ഞാൻ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. ശരി, എങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്താ? നേരത്തെ ചോദിച്ചില്ലേ ഞങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നമൊന്നും? പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? എനിക്കൊരു അമ്മയാകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. അതും ആദ്യം അക്സെപ്റ്റ് ചെയ്യോ? ഇതും കൂടെ വീട്ടുകാരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കോ? അല്ലെങ്കിൽ ആദ്യയുടെ അമ്മ ഇത് അക്സെപ്റ്റ് ചെയ്യോ? ആദ്യ ഒരു നല്ല പയ്യനാ, ഒരു നല്ല മനസ്സിന്റെ ഉടമയാ. അപ്പോൾ ആദ്യം ഡിസേർവ് ചെയ്യുന്നതും ഏറ്റവും നല്ലത് തന്നെയായിരിക്കണം. ഞാൻ കുറവുകളുടെയും കുറ്റങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കൂമ്പാരങ്ങൾക്കിടയിലുള്ള ഒരു ദുഷ്യവനാണോ അല്ലെങ്കിൽ ഒരു ദുർഭാഗ്യം? എന്നെ ചുമക്കേണ്ട ഗതികേടൊന്നും ആദിക്കില്ല. എനിക്ക് ആദ്യം ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ യു ഡിസേർവ് ബെറ്റർ, അത്രേ ഉള്ളൂ.
അപ്പോൾ എന്നോട് ഇത്ര നാൾ ഇടപഴകിയത് എന്തർത്ഥം വെച്ചിട്ടാ? അത് ഞാൻ പറഞ്ഞ ചിലപ്പോൾ ആദ്യം ഇഷ്ടപ്പെടില്ല. ഓ, ഫ്രണ്ട് എന്നായിരിക്കും അല്ലേ? അതെ, വിചാരിച്ചു. അവസാനം ഇവിടെ തന്നെ വന്ന് നിൽക്കും ഞാൻ അപ്പോഴേ വിചാരിച്ചു. ആദ്യം ഇത് അങ്ങനെയല്ല, വേണ്ട, ഇനി ഒന്നും പറയണ്ട. കഴിഞ്ഞ 2 ദിവസം ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല, അറിയോ? അത്രയ്ക്കും വലിയൊരു ബോംബ് കിട്ടുന്നുണ്ടല്ലേ പോയത്. എനിക്ക് കല്യാണം കഴിഞ്ഞതാ, എനിക്ക് ഹസ്ബൻഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇതാ ഇപ്പോൾ പറയുന്നുണ്ടല്ലേ, ഹസ്ബൻഡ് ഉണ്ട്, പക്ഷെ ഞങ്ങൾ പിരിഞ്ഞു വന്നു. അപ്പൊ ഇനിയൊരു ചാൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിച്ചപ്പോ അടുത്ത ബോംബ്. ഞാൻ ഫ്രണ്ടായിട്ടാ കണ്ടതെന്നു. ഈ പെണ്ണുങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാകത്തേ ഇല്ല അല്ലേ? ഒന്നുമില്ലെങ്കിലും 10-27 വയസ്സായില്ലേ ഇതെനിക്ക്. കഴിഞ്ഞ 2 ദിവസം ഒന്ന് കാണാൻ കഴിയാതെ ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയോ? കാണാൻ കഴിയാത്തതിനേക്കാൾ വിഷമായിരുന്നു ടീച്ചറിനെ എനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടതെന്ന് കരുതിയിട്ട്. ടീച്ചർ ഒന്നുകൂടി ആലോചിക്കും. ടീച്ചർ ഒരു 2ാം കെട്ടുകാരിയാണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരമ്മയാവാൻ കഴിയില്ല എന്നുള്ളതോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. ടീച്ചറിനെ ഞാൻ ഇഷ്ടപ്പെട്ടതും വീണ്ടും വീണ്ടും തേടി വന്നതും മനസ്സിൽ എന്തെങ്കിലും കണ്ടീഷൻ വെച്ചിട്ടല്ല, എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിട്ടുമല്ല. ഏതോ സിനിമയിൽ പറയുന്നത് പോലെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അങ്ങ് ഇഷ്ടപ്പെട്ടു, അത്ര തന്നെ. ആ ഇഷ്ടത്തിനൊപ്പം ഞാൻ മറ്റൊരു റീസണും കാണുന്നില്ല, ഒരു കണ്ടീഷനും ഞാൻ വയ്ക്കുന്നില്ല. പോരെ? ആദ്യക്ക് ഇതിന് പിന്നിലുള്ള പ്രശ്നങ്ങളും വരും വരകളെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ സംസാരിക്കുന്നേ? എന്ത് പ്രശ്നം? സ്റ്റോപ്പ് എത്തി, അതാണോ പ്രശ്നം? അതല്ല, സ്റ്റോപ്പ് എത്തിയെന്ന് ഇറങ്ങാൻ. ആ, ഓക്കെ. പറ, എന്താ പ്രശ്നം? ഞാൻ തന്നെ കെട്ടിയാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? അതോ കടലിൽ വെള്ളം മുഴുവൻ വറ്റിപ്പോവോ? അതോ ഈ ലോകം തന്നെ അവസാനിക്കുമോ? ഇതല്ല ഞാൻ ഉദ്ദേശിച്ച പ്രശ്നം. എനിക്കിതൊക്കെ തന്നെയാണ് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതൊന്നുമല്ല ടീച്ചർ ഉദ്ദേശിച്ചത്. അല്ല. എങ്കിൽ പേടിക്കണ്ട. ടീച്ചറിനെ ഇഷ്ടപ്പെടുന്നത് കാരണം ഇതിൽ കുറഞ്ഞു വരുന്ന എന്ത് പ്രശ്നവും നേരിടാനും ഞാൻ തയ്യാറാണ്. ഇപ്പൊ എന്തു പറയുന്നു? നേരത്തെ പറഞ്ഞു തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. ആദ്യം ഒട്ടും സീരിയസ് അല്ല. ആദ്യം നന്നായിട്ടൊന്ന് ആലോചിച്ചൊരു തീരുമാനം എടുക്കൂ. ഞാനിത് നന്നായിട്ട് ആലോചിച്ച് തന്റെ പ്രശ്നം മാറുമോ? എങ്കിൽ ഞാൻ ആലോചിക്കാം. 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇരുന്ന് ആലോചിക്കാം. എന്തേ? അതും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. താൻ എന്തോ വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നേ. അത് എന്നെയും ബാധിക്കാതിരിക്കാനാണ് എന്നെ ഇങ്ങനെ വഴിതിരിച്ച് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇനി അതുകൊണ്ട് പ്രയോജനം ഇല്ല. എനിക്കിപ്പോൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഇനി ആദ്യം എൻ്റെ ഹസ്ബൻഡ് വന്നാൽ അയാളുടെ ഒപ്പം പോകുമോ ഇല്ലയോ? എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയരുത്. അതാണ് ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഇല്ലാതെ എനിക്കങ്ങനെ ഇനി പോകാൻ കഴിയില്ല. മതി, ഇത് മാത്രം എനിക്ക് കേട്ടാൽ മതി. ഇതിലപ്പുറം വരുന്ന എന്ത് പ്രശ്നം നേരിടാനും ഞാൻ തയ്യാറാണ്. പോരെ? ബായ്. എന്താ ബായ്ക്കൊരു സുഖമില്ലാത്തത്? പിണക്കാണോ? അതോ ദേഷ്യായോ? ഇത്രയൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ടും ഒന്നും പോകുന്നില്ലല്ലോ എന്ന്. ഇതൊന്നും കള്ളമല്ല. ഓക്കെ, സത്യങ്ങൾ. ഇത്രയൊക്കെ സത്യങ്ങൾ പറഞ്ഞിട്ട് ഇവ പിന്മാറുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടൈമായി. പൊക്കോ. ബായ്. ബായ്. നാളെ കാണാം. ഇനി ഞാൻ കാണുന്ന കരുതി നാളെ വരാതിരിക്കരുത്. എങ്കിൽ ഞാൻ സ്കൂള് തേടി വരും. കേട്ടല്ലോ? ബൈ.